ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1/2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എല്ലാ കേക്ക് വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ആദ്യം നമുക്ക് കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് ഇത് ആദ്യം തന്നെ ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വടിച്ചിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതൊരു അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. കോൺഫ്ലോർ ചേർക്കുന്നത് എന്തിനാന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ അര കിലോ കേക്കല്ലേ, അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മതി കേട്ടോ. പിന്നെ ബേക്കിംഗ് സോഡയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെ അരിച്ചെടുത്താൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ അത് മിക്സായി കിട്ടുള്ളൂ. എല്ലാം നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും തമ്മിൽ നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം അരിച്ചെടുക്കാം. എന്നിട്ടൊരു 3 തവണ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം. അതും അല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് നന്നായിട്ട് ഈ മിക്സിങ് മസ്റ്റാണ്. ഇത് നന്നായിട്ട് കമ്പൈൻ ആകുന്ന വരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഒരു ഭാഗം പൊങ്ങിയിട്ട് ഒരു ഭാഗം താഴ്ന്നിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അതും അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. മുട്ടയിലും വെള്ളം ഉണ്ടാകാൻ പാടില്ല, ബൗളിലും വെള്ളം ഉണ്ടാവില്ല. ഞാൻ അതെപ്പോഴും പറയുന്നതാണ്. നമ്മൾ വെള്ളം ഒരു തുള്ളി ആ ഒരു ബൗളിലോ അല്ലെങ്കിൽ മുട്ടയിലോ ഉണ്ടായാലും നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ 2 മുട്ടയാണ് നമ്മൾ ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഇടയിലായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള പഞ്ചസാര എന്ന് പറയുന്നത് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. പൊടിച്ചതാണെങ്കിൽ 1/2 കപ്പ് എടുത്തോളൂ. അപ്പോൾ ഇത് പൊടിക്കാത്ത ആയതുകൊണ്ടാണ്, ചെറിയ തരിയുള്ളതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പൊടിക്കാതെ തന്നെ ചേർത്തോളൂ കേട്ടോ ബീറ്റർ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഇടയിലായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ പഞ്ചസാര മെൽറ്റ് ആവുന്ന വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് ആ യെല്ലോ കളറൊക്കെ പോയിട്ട് വൈറ്റ് കളറായിട്ട് വരും. അതുവരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര മെൽറ്റ് ആവുന്ന വരെ തന്നെ ബീറ്റ് ചെയ്യണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ താഴ്ഭാഗത്തൊക്കെ പഞ്ചസാരയുടെ തരി ഇങ്ങനെ ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുമുണ്ട്. പിന്നെ പഞ്ചസാര വലിയ തരിയാണെങ്കിൽ പൊടിച്ചിട്ട് തന്നെ ചേർക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. പിന്നെ കൂടുതൽ ബീറ്റ് ചെയ്യരുത്. ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത ശേഷം, അപ്പോൾ സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ മെൽറ്റ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുക 2 ടേബിൾ സ്പൂൺ കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ബീറ്റർ ഇല്ലാതെയാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ബീറ്റർ വെച്ചിട്ടും ചെയ്യാം, ലോ സ്പീഡിലിട്ട് ചെയ്യാം. ചിലപ്പോൾ അത് എല്ലാവർക്കും പോസിബിൾ ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഓവർ ബീറ്റ് ഒക്കെ ആയിപ്പോയാൽ നമ്മുടെ ബാറ്ററിൽ നല്ല ലൂസായി പോകും. നമുക്ക് ആ മുട്ടയുടെ ഫ്ലഫിനെസ് ഒക്കെ പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുക്കരുത്. വളരെ എത്രത്തോളം സ്ലോയിൽ ഫോൾഡ് ചെയ്തെടുത്ത് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്ലോയിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും സ്ലോയിൽ ഇങ്ങനെ ചെയ്തെടുക്കുക. നല്ല സ്പീഡിൽ ചെയ്താൽ ആ മുട്ട ബീറ്റ് ചെയ്തതിൻ്റെ ഫ്ലഫിനെസ് ഒക്കെ പോവും. അതുകൊണ്ട് തന്നെ കേക്ക് സോഫ്റ്റായി കിട്ടുകയില്ല. അപ്പോൾ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് പറഞ്ഞ മെത്തേഡിൽ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ കിട്ടുക. അപ്പോൾ ഓവറായിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ ഇതുപോലെ നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം.
ഈ ഒരു സമയത്തിന് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഏത് പാനിലാണോ ബേക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഓവണില്ലാതെയാണ് ഇത് ചെയ്യുന്നത്, അപ്പോൾ ഏത് പാനിലാണോ ചെയ്യുന്നത് ആ ഒരു പാന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനൊരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് എന്നിട്ട് 2-3 തവണ ഇതുപോലെ ടാപ്പ് ചെയ്യുന്നുണ്ട് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ ഈ ഒരു മെത്തേഡിലാട്ടോ ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഒരു പാന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു പഴയൊരു പാൻ, അതിൻ്റെ മേലെ നേരിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്തിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഫസ്റ്റത്തെ 1 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്ത ശേഷം പിന്നെ ഒരു 20 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു കുഴപ്പമില്ല, നല്ലവണ്ണം ബേക്കായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് അങ്ങനെ ചെയ്താൽ കരിയൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ മുന്നേ ഒക്കെ ചെയ്തിരുന്ന പോലെ ഒരു മോൾഡിൽ ഒരു എന്താ പറയുക നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ അല്ലെങ്കിൽ ഒരു സാധാരണ അലുമിനിയത്തിൻ്റെ പാത്രത്തിലൊക്കെ ഇറക്കി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ടോ, ഇത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നതെന്ന്. നല്ല സോഫ്റ്റ് കേക്കാണ്. ഇനി ഇത് നമുക്ക് 3 ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഐസിങ് ചെയ്യാം. നല്ല തണുത്തതിന് ശേഷം കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ വല്ലാണ്ട് തണുക്കിന് മുന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നത് കേട്ടോ. നന്നായിട്ട് തണുത്ത ശേഷം തന്നെ കട്ട് ചെയ്ത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് വല്ലാണ്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ലെയർ ആക്കിയിട്ട് വെക്കുകയാണ്. അപ്പോൾ 3 ലെയറായിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ആട്ടോ ഇതിലേക്ക് ചേർക്കാം. 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന 1/2 കിലോ കേക്കിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവാണ് 1/4 കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് സ്റ്റിഫാക്കി ബീറ്റാക്കി എടുക്കാം. അപ്പോൾ ക്രീം എങ്ങനെ സ്റ്റിഫാക്കി ബീറ്റാക്കാം അതൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ എപ്പിസോഡിൽ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സ്റ്റിഫാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനൊരു കേക്ക് ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 8 ഇഞ്ചിൻ്റെ കേക്ക് ബേസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക. അപ്പോൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെയായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തേന്നുള്ളൂ. അതിനുശേഷം അതിൻ്റെ മേലെയായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിലേതെങ്കിലും ഒന്ന് മതി കേട്ടോ, ചോക്ലേറ്റ് ഗനാഷോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് മതി. അപ്പോൾ അതും കൂടെ ഇട്ടോ, ഒരു കടിക്കാനൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ട് സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക, ക്രീം അപ്ലൈ ചെയ്യുക. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. അതിനുശേഷം ചോക്ലേറ്റ് ചിപ്സും ഇട്ട് കൊടുത്തിട്ട് 3ാമത്തെ ലെയറും വെച്ചിട്ട് നമുക്ക് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിനു ശേഷം ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ. അതിനുശേഷം പിന്നെ നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് എടുത്തതിന് ശേഷം ഫൈനൽ ഫ്രോസ്റ്റിംഗ് ക്രീമൊക്കെ വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഫൈനൽ ഫ്രോസ്റ്റിങ്ങും ചെയ്തെടുക്കാം കേട്ടോ. സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അതുപോലെ പാല നൈഫ് വെച്ചിട്ട് മുകൾ ഭാഗവും നമ്മളെ കൊണ്ട് ഇത് മാക്സിമം എത്രത്തോളം ടൈം എടുത്ത് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ കേക്ക് വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. സൈഡ് ഭാഗത്തൊക്കെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മേലെ ഇതുപോലെ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ്. സിമ്പിളായിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. സാധാരണ വൈറ്റ് ഫോറസ്റ്റിനൊക്കെ ഉണ്ടാകുന്ന സെയിം മെത്തേഡിൽ ചെറിയൊരു ഫ്ലവർ മാത്രം വരക്കുന്നുള്ളൂ. സൈഡിലൊക്കെ ആ ഒരു സെയിം നോസിൽ വെച്ചിട്ട് തന്നെ ചെറിയൊരു സ്റ്റാറും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് ചെറി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് ഡെക്കറേഷൻസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കൂട്ടുകാർക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് നമ്മളെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്